ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചീമച്ചക്ക, അതായത് കടച്ചക്ക കൊണ്ടുള്ള ഒരു തീയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ വിളഞ്ഞ ഒരു ചീമച്ചക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-20 ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തേങ്ങ നന്നായി തിരുമ്മിയെടുത്ത് വറുത്തെടുത്തതാണ്. അതിൻ്റെ കൂടെ 2 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ തീയലിനൊക്കെ തേങ്ങ വറുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായി വറുത്തെടുത്തതാണ്. ഇതൊന്ന് അരച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുത്ത് വേണം അരച്ചെടുക്കാൻ. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടിക്കകത്തോട്ട് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിക്കകത്തോട്ട് ചക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി ഒരു 4ആയിട്ട് കീറി അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഉള്ളിയെല്ലാം അരിഞ്ഞതിന് ശേഷം എടുത്തിട്ടിരിക്കുന്ന തേങ്ങ കൂടി കീറി ഇട്ട് കൊടുക്കാം. തേങ്ങയും അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. തീയലിനൊക്കെ തേങ്ങ അരയ്ക്കാൻ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുന്നതാണ് രുചി. അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കും. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുന്ന കണ്ടൻറ്റിനെ മുകളിൽ നിൽക്കുന്ന കണക്ക് വെള്ളം വേണം എടുക്കാൻ. കാരണം ചീമച്ചക്ക നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി നമ്മളത് അടുപ്പയിലോട്ട് വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോകണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാൻ. നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കാൻ പോവാണ്. വറ്റി നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി വെന്തും വന്നിട്ടുണ്ട്. ഇത് വളരെ നല്ല മണമാണ് ഇതിൻ്റെ വരുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. അരമുറി തേങ്ങ തിരുമ്മി അതിൻ്റെ പാലെടുക്കുകയാണിത്. അതുകൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വാങ്ങിയെടുക്കാം. അതിലേക്ക് കടുക് കൂടി വറുത്ത് ഒഴിക്കാൻ പോകണം.
കടുകൊക്കെ വറുത്ത ചീമച്ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇത് ചീമച്ചക്കയുടെ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം. നല്ലൊരു രുചികരമായ തീയലാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല ചീമച്ചക്കക്കറി ഉണ്ടെങ്കിൽ. അപ്പം തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.